എനിക്ക് അങ്ങയോട് 3 കാര്യങ്ങൾ ഊന്നിയുള്ള ചോദ്യമാണുള്ളത്. 2022-23 മദ്യനയം അങ്ങത് ഇവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കോമ, അതും എം പി രാജേഷ് വായിച്ചതാണ്, കോമ, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക. നിങ്ങൾ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം എത്രത്തോളം വർദ്ധിപ്പിച്ചു? 2023-24 മദ്യനയത്തിൽ അങ്ങ് വായിച്ച ഭാഗത്ത് തന്നെയുണ്ട്. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, മദ്യത്തിൻ്റെ കയറ്റുമതിയിലൂടെ കൂടുതൽ വരുമാനം കണ്ടെത്താൻ സാധിക്കും, അത് വിടാം. അതിനായി ട്രാവൻകൂർ ഷുഗേഴ്സ് കെമിക്കൽസിൻ്റെ ഉൽപ്പാദനം കൂട്ടാനുള്ള സംവിധാനം ഒരുക്കാനും മലബാർ ഡിസ്റ്റിലറിയുടെ പ്രവർത്തനം ആരംഭിക്കാനുമുള്ള നടപടികൾ ഈ വർഷം പൂർത്തിയാക്കും. 2023-24 മദ്യനയത്തിലെ വാഗ്ദാനമാണ്. ഇനി 5 ദിവസം മുൻപ് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ 23-ാം തീയതി ഈ മലബാർ ഡിസ്റ്റിലറിയുടെ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടികൾ ഈ വർഷം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന മദ്യനയം, അതിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് 23-ാം തീയതി മലബാർ ഡിസ്റ്റിലറിയിൽ ഏത് മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്ന് സർക്കാർ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. 4 കൊല്ലമായി അവിടെ ഒന്നും നടക്കാതെ ഇരിക്കുന്നു. 4 കൊല്ലം. അപ്പോൾ എന്താണ് ഈ കർണാടക ലോബിയെ നിങ്ങൾക്ക് എതിർക്കണ്ടേ? ഈ മലബാറിനെ ഇങ്ങനെ നിർജ്ജീവമാക്കി നിർത്തിയാൽ പിന്നെ രമേശ് ചന്ദ്രയുടെ താല്പര്യമല്ലേ നിങ്ങളുടെ മന്ത്രിസഭ കാത്തു സൂക്ഷിക്കുന്നത്? കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇതിനൊക്കെ എനിക്ക് അങ്ങയുടെ മറുപടി വേണ്ടതുണ്ട്. ഇവിടെ ഒരു മഹാകാര്യമായി ഇന്ന് എക്സൈസ് മന്ത്രി പറയുകയുണ്ടായി. 30/11/2023 എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്കാണ് അപേക്ഷ ലഭിക്കുന്നത്. ഒയാസിസിൻ്റെ മന്ത്രിക്കല്ല തന്നത്, ശരിയായ രീതിയിലാണ് അപേക്ഷ വന്നത് എന്ന്. 30/11/2023 അല്ലേ? ഇവിടെ ഈ കേന്ദ്രത്തിന് ഈ ലെറ്റർ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്ത സമയമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഈ അപേക്ഷ കൊടുത്ത തീയതി ഏതാണെന്നറിയുമോ അരുണിന്? 11/8/2023. 11/8/2023 കേന്ദ്രത്തോട് ഇവർ പറയുകയാണ്, ഞങ്ങൾ എലപ്പുള്ളിയിൽ ഇത്ര സ്ഥലമെടുത്തിട്ടുണ്ട്, അവിടെ ഞങ്ങൾ ENA ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമുണ്ട്, ഇത് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് പ്ലാന്റ് മാറ്റാൻ കഴിയില്ല. എന്നിട്ട് ഒയാസിസ് റിസ്ക് എടുക്കുകയാണ്. എപ്പോ? 11/8/2023. അപേക്ഷ വന്നത് 30/11/2023. ഒരു റിസ്ക്കും എടുത്തില്ല എന്ന് അതിൽ നിന്ന് തെളിയുകയാണ്. ഒയാസിസിന് വേണ്ടി ചേർന്ന മന്ത്രിസഭയാണ് 15-ാം തീയതിയിലേത്. ഇന്നലെ വരെ മാധ്യമങ്ങൾ നടത്തിയിരുന്ന പ്രചരണം, മദ്യനയം വരുന്നതിന് മുമ്പേ തന്നെ സ്ഥലം വാങ്ങിച്ചു ഒയാസിസ്. എങ്ങനെ മദ്യനയം ഇങ്ങനെ ഭാവിയിൽ വരാൻ പോകുകയാണ് എന്ന് ഒയാസിസ് മനസ്സിലാക്കി. അപ്പോൾ ഒരു ലീക്കേജ് വന്നിട്ടില്ലേ? അത്തരത്തിലുള്ളൊരു വാർത്ത ലീക്കേജ് കിട്ടിയപ്പോഴല്ലേ ഒയാസിസ് വന്ന് 24 ഏക്കർ വാങ്ങിച്ചതെന്നാണ് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ചർച്ച നടത്തിയത്. ഇപ്പോൾ ഞാൻ ഡേറ്റ് വെച്ച് പറഞ്ഞല്ലോ, ആദ്യം മദ്യനയം വന്നത് 31/3/2022. 31/3/2022 ശേഷം 1.5 വർഷങ്ങൾക്ക് ശേഷമല്ലേ താങ്കൾ പറഞ്ഞ ഈ കേന്ദ്രത്തിനുള്ള അപേക്ഷ 11/8/2023. അത് കൃത്യമായി ഒയാസിസ് ഗവൺമെന്റിന് അപേക്ഷ കിട്ടുന്നത് 30/11/2023. അതായത് ആദ്യം മദ്യനയം പ്രഖ്യാപിച്ച് 1.5 വർഷത്തിന് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകൾ മൂവ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലാണ് സ്ഥലം വാങ്ങിച്ചത്. അപ്പോൾ കൃത്യമായി ഗവൺമെന്റിൽ നിന്ന് മദ്യനയം വരാൻ പോകുന്നു എന്ന വിവരം ലീക്കേജ് ചെയ്ത് കിട്ടിയിട്ട് സ്ഥലം വാങ്ങിച്ച് പിന്നെ മദ്യനയം വന്നു എന്നുള്ള കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയ വാദമാണ് പൊളിഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിലവിലുള്ള മദ്യ ഉൽപാദന കമ്പനികളുടെ ശേഷി വർദ്ധിപ്പിക്കും. അതൊരു സ്വിച്ച് ഇട്ടാൽ വർദ്ധിപ്പിക്കുന്ന ശേഷിയല്ലല്ലോ, അതിൻ്റെ ടെക്നോളജി മാറ്റണം, യന്ത്ര സാമഗ്രികൾ മാറ്റണം, അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തണം. അത്തരത്തിലുള്ള വിപുലപ്പെടുത്തൽ കഴിഞ്ഞ 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ മദ്യനയം വന്നതിന് ശേഷം നടക്കുകയാണ്. നമ്മുടെ പർപ്പസ് എന്താ? മുഴുവൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു മദ്യം, അസംസ്കൃത വസ്തു മധ്യമ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൊടുത്ത് അത് കൂട്ടിയോജിപ്പിച്ച് മദ്യമാക്കുന്നു. ഇരട്ടി ചെലവ് വരുന്നു. അത് നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. നമ്മുടെ അരി, ഉപയോഗശൂന്യമായിട്ടുള്ള അരി, ചോളം, വെജിറ്റബിൾ വേസ്റ്റ്, മരച്ചീനി, സ്റ്റാർച്ച്, ഗോതമ്പ്, മധുരക്കിഴങ്ങ്, ഇത് നമ്മൾ അമിതമായിട്ടുള്ള ഉപഭോഗം, മരച്ചീനി എല്ലാം ഇവിടെ ഉൽപാദനമുണ്ട്. അവ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ഗുണം കിട്ടുന്ന തരത്തിൽ ഉൽപാദനം ഒരു വസ്തുത ഒരാൾ പറഞ്ഞാൽ വസ്തുതയാണല്ലോ. 2022-23 ഈ മദ്യനയത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന ഒയാസിസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഈ എഥനോൾ പ്ലാന്റുമായി ബന്ധപ്പെട്ട ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വാദത്തിന് അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങിപ്പോൾ പറഞ്ഞു വെച്ച കാര്യമുണ്ടല്ലോ, കേരളത്തിൽ സുലഭമായി കപ്പയുണ്ട് എന്ന്. തിരുവല്ലാമലയിൽ കപ്പ ഉപയോഗിച്ച് വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ഉണ്ടായിരുന്നു. ആ സംരംഭം അസംസ്കൃത വസ്തു കിട്ടാത്തത് കൊണ്ട് പൂട്ടിപ്പോയി. അങ്ങയുടെ അറിവിലുണ്ടോ?